So, hi students, നമുക്ക് ഇന്ന് ലൈറ്റ് എന്ന് പറഞ്ഞ 10th ഫിസിക്സിലെ CBSE ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി പാർട്ട് നമുക്ക് എടുക്കാം. ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ ബോർഡ് എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന എന്താ തിയറി പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ അത് എന്ത് ചെയ്യും, അത് നമ്മൾ കറക്റ്റ് കോൺസെപ്റ്റ് എല്ലാം എന്ത് ചെയ്യും ക്ലിയർ ആക്കി നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യും ഓക്കെ അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാ? നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ലൈറ്റ് അല്ലേ. ലൈറ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ബോർഡ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. എന്താ നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് ലൈറ്റ്. ഇനി അവിടെ നമ്മൾ പഠിക്കുന്ന രണ്ട് മിററാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്, മിറർ അല്ലേ. ഏതൊക്കെ മിററാണുള്ളത്? നമുക്ക് കോൺകേവ് മിററും അല്ലേ, കോൺകേവ് മിറർ അല്ലേ. അതുപോലെ തന്നെ ഏത് മിററാണുള്ളത്? നമുക്ക് കോൺവെക്സ് മിറർ അല്ലേ, കോൺവെക്സ് മിറർ. ഓക്കെ അല്ലേ. ഇനി ഇത് തമ്മിൽ എന്ത് ചെയ്യും, പലപ്പോഴും എന്താ കുട്ടികൾക്ക് സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, തമ്മിൽ തിരിച്ചു പോകും അല്ലേ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, കൺഫ്യൂഷനാകും. അപ്പം ഞാൻ പറയുന്ന രീതിയിൽ അങ്ങ് പഠിച്ചു വച്ചേക്കണം, നമുക്ക് എന്ത് ചെയ്യത്തില്ല, കൺഫ്യൂഷൻ വരും. നോക്കാം, നമുക്ക് നോക്കിക്കേ. ഇതാണ് എൻ്റെ അപ്പേർച്ചർ. ഇതിനെ നമ്മൾ എന്ത് പറയും, ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, അപ്പേർച്ചർ അല്ലേ, അപ്പേർച്ചർ എന്ന് പറയും. ഇനി നോക്കിക്കേ, അപ്പേർച്ചറിന് നമ്മൾ റഫ് സർഫസ് കൊടുക്കും. നമ്മൾ തിയറി പാർട്ടിനകത്ത് പഠിച്ചായിരുന്നു അല്ലേ, റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, ഒരു റഫ് സർഫസ് വേണം അല്ലേ. ഇനി നോക്കിക്കേ, നമ്മൾ റഫ് സർഫസ് കൊടുക്കുന്നത് നോക്കിക്കേ, നമ്മൾ അപ്പേർച്ചറിൻ്റെ ഔട്ടർ സർഫസിൽ കണ്ടോ, അപ്പേർച്ചറിൻ്റെ ഔട്ടർ സർഫസിൽ നമ്മൾ എന്ത് കൊടുക്കും, റഫ്നെസ് കൊടുക്കും, അല്ലെങ്കിൽ റഫ് സർഫസ് അവിടെ ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്ത് അപ്പേർച്ചർ എടുത്ത് എന്നിട്ട് ഔട്ട്വേർഡ്സ് റഫ് സർഫസ് കൊടുത്ത് അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ്ട് അപ്പേർച്ചറിൻ്റെ നടുക്ക് അല്ലേ, സെൻട്രൽ എന്തായിരിക്കും, സെൻട്രൽ ഒരു പോയിന്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പോൾ. ഇനി ഇതെന്താ നമ്മൾ പഠിച്ചായിരുന്ന തിയറിക്കകത്ത് അല്ലേ, ഇതൊരു സർക്കുലാർ പാർട്ടാണ് അല്ലേ. അതിൻ്റെ സെൻറ്ററിലൊരു സെൻറ്റർ ഉണ്ട്, അതിനെ നമ്മൾ എന്ത് വിളിക്കുമായിരുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചർ വിളിക്കുമായിരുന്നു അല്ലേ. എന്തായിരുന്നു നമ്മൾ വിളിക്കുന്നത്, സെൻറ്റർ ഓഫ് കർവേച്ചർ. കണ്ടോ, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി സെൻറ്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിലുള്ള ലെങ്ത്, ദ ലെങ്ത് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ പോൾ ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ എന്താ കണ്ടിന്യൂഷൻ എന്നും പറയായിരുന്നു അല്ലേ. ഇപ്പോൾ നമുക്ക് എന്താ പറയാം, ഫ്രം ദ സെൻറ്റർ ടു ദ പോൾ ഇറ്റ് ഈസ് കോൾഡ് എന്താ, റേഡിയസ് ഓഫ് കർവേച്ചർ. ദിസ് ഈസ് കോൾഡ് എന്താ, റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, റേഡിയസ് ഓഫ് കർവേച്ചർ. ദെൻ the point between the center of the midpoint between the center of curvature and the pole, it is called the focus. It is called, നമ്മൾ എന്ത് വിളിക്കും, it is called focus. We call it as focus. കണ്ടോ, we call it as focus. Okay, so ഇനി നോക്കിക്കേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോൺകേവ് മിറർ. കോൺകേവ് മിറർ എന്ന് വെച്ചാൽ അപ്പർച്ചറിൻ്റെ ഔട്ടർ സർഫസിൽ എന്ത് കൊടുത്തു, നമ്മൾ റഫ്നെസ് കൊടുത്തു. അത് മാത്രമാണോ കോൺകേവ് മിറർ? ഒരു പോയിന്റും കൂടെ ഉണ്ട്. കോൺകേവ് മിററിൻ്റെ ഫോക്കസ് എവിടെ ആയിരിക്കുന്നത്, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പോൾ അല്ലേ. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പോൾ ആൻഡ് ദ ഫോക്കൽ ലെങ്ത് ഈസ് ആൾവേസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും, ഫോക്കൽ ലെങ്ത് വിൽ ബി നെഗറ്റീവ്. ഫോക്കൽ ലെങ്ത് നമ്മൾ തിയറിയിൽ പഠിച്ചു, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ പോൾ അല്ലേ. ഫോക്കസ് ആൻഡ് ദ പോൾ, ദാറ്റ് ഈസ് കോൾഡ് ദ ഫോക്കൽ ലെങ്ത്. ആൻഡ് എപ്പോഴും എന്തായിരിക്കും, കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇനി എന്താണ് കോൺകേവ് മിറർ എന്ന് കറക്റ്റായിട്ട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, റഫ്നെസ് വിൽ ബി ഔട്ടർ സർഫസ് ആയിരിക്കണം. റഫ്നെസ് എന്തായിരിക്കണം, അപ്പേർച്ചറിൻ്റെ ഔട്ടർ സർഫസിനായിരിക്കണം. അത് മാത്രം പോരാ, വി ഹാവ് ടു കൺഫേം ദാറ്റ് ദ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, നെഗറ്റീവും കൂടെ ആയിരിക്കണം. ദ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം, നെഗറ്റീവ്. നോക്കിക്കേ, പല സ്റ്റുഡൻസ് എന്താണ് ഇങ്ങനൊരു തെറ്റുന്നാണ്ട്, ഇങ്ങനൊരു സർഫസ് അപ്പർച്ചർ വരച്ചിട്ട് താണ്ട ഔട്ടർ സർഫസിൽ എന്ത് വരയ്ക്കും, റഫ് സർഫസ് വരയ്ക്കും. എന്നിട്ട് ഇത് കോൺകേവ് മിററാന്ന് പറയും. ഇത് കോൺകേവ് മിറർ ആവോ? കാരണം എന്താ, ഇവിടെ വരുമ്പോൾ ദാണ്ട ഫോക്കസ് ഇവിടെ എഴുതും, ഇവിടെ ഫോക്കസ് എന്താ, പോസിറ്റീവ്. കേട്ടോ, ഫോക്കസ് പോസിറ്റീവ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്താവത്തില്ല, പോസിറ്റീവ് ആവത്തില്ല. ഏതിന്, കോൺകേവ് മിററിന് ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും, കോൺകേവ് മിററിന് നെഗറ്റീവ് ആയിരിക്കും. സോ രണ്ട് കണ്ടീഷൻ എന്ത് ചെയ്യണം, നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാ, ദ റഫ്നെസ് വിൽ ബി വിത്ത് ഔട്ടർ സർഫസ് അല്ലേ. റഫ്നെസ് എന്തായിരിക്കണം, ഔട്ടർ സർഫസിലായിരിക്കണം അപ്പർച്ചറിൻ്റെ. അതുപോലെ തന്നെ ദ ഫോക്കൽ ലെങ്ത് വിൽ ബി നെഗറ്റീവ് ആയിരിക്കണം. എങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കോൺകേവ് മിറർ. അതിനെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് കോൾഡ് എ കോൺകേവ് മിറർ. നമ്മൾ ദാണ്ട് ഇങ്ങനെ വരയ്ക്കും അല്ലേ, അപ്പർച്ചർ വരച്ചു, അതിൻ്റെ ഔട്ടർ സർഫസിൽ റഫ്നെസ് കൊടുത്തു, ഇറ്റ് ഈസ് ദ ഫോക്കസ് അല്ലേ. ഇവിടെ എന്താ, ഫോക്കസ് വിൽ ബി, ഫോക്കസ് എങ്ങനെ, ലെഫ്റ്റ് സൈഡിൽ. ദെൻ വി കോൾ ഇറ്റ് ആസ് എ കോൺകേവ് മിറർ.
ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? നമ്മുടെ കോൺവെക്സ് മിറർ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും നമ്മുടെ കോൺവെക്സ് മിറർ അല്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ദ കോൺവെക്സ് മിറർ അല്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ കോൺവെക്സ് മിറർ. നോക്കാം നമുക്ക് കോൺവെക്സ് മിറർ. ഓക്കെ, കോൺവെക്സ് മിറർ എങ്ങനെ ആയിരിക്കും? അപ്പം നോക്കിക്കേ, ഇതാണ് നമ്മുടെ അപ്പർച്ചർ അല്ലേ. അപ്പർച്ചർ ഇതാണ്. നമ്മൾ റഫ്നെസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് ഇന്നർ സർഫസിൽ അല്ലേ. ഇന്നറിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? റഫ്നെസ് കൊടുക്കുന്നത്. കേട്ടോ, റഫ്നെസ് അവിടെ കൊടുത്ത് ഇന്നർ സർഫസിൽ കൊടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാം അപ്പർച്ചർ ആണ്. ഇത് പൂൾ, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ് അല്ലേ. ഒരു സർക്കുലർ പാർട്ടാണ്, സർക്കുലർ അപ്പർച്ചറിൻ്റെ പാർട്ടാണ്. അപ്പോൾ നടുക്ക് എന്തായിരിക്കും? സെൻറ്റർ ഓഫ് കർവേച്ചർ. നമ്മൾ പഠിച്ച മുമ്പിലത്തെ കൂട്ട് തന്നെ അല്ലേ. ഇനി നോക്കിക്കേ, ഇത് തമ്മിലുള്ളത് എന്തായിരിക്കും? പോളും സെൻറ്റർ ഓഫ് കർവേച്ചർ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. ആൻഡ് ദ മിഡ് പോയിന്റ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഈസ് കോൾഡ് ഫോക്കസ് അല്ലേ. ഫോക്കസ്. ഇനി ഇവിടെ നോക്കിക്കേ, ഫോക്കസ് എവിടെ? പോളിൻ്റെ റൈറ്റ് സൈഡിൽ അല്ലേ. therefore we can write as focal length എപ്പോഴും എന്തായിരിക്കും? focal length will be positive. focal length എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും ഇൻ കോൺവെക്സ് മിറർ. ഇൻ ഏത് മിററാ? കോൺവെക്സ് മിറർ. ഓക്കെ, അപ്പം എങ്ങനെയായിരിക്കും കോൺവെക്സ് മിറർ എന്ന് നമ്മൾ പറയുന്നത്? എന്തിനായിരിക്കും കോൺവെക്സ് മിറർ പറയുന്നത്? നമ്മുടെ റഫ് സർഫസ് എങ്ങനെയായിരിക്കും? ഇന്നറിലായിരിക്കും. അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും? ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ് അല്ല. ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കും. റഫ്നെസ് അകത്തും ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം? പോസിറ്റീവ് ആണെങ്കിൽ വി ക്യാൻ കൺഫേം ദാറ്റ് ദിസ് മിറർ ഈസ് എ കോൺവെക്സ് മിറർ. ഓക്കെ, എങ്കിൽ നമുക്ക് പറയാമല്ലോ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പറയാനാണ്ട് കോൺവെക്സ് മിററും കോൺകേവ് മിററും നമുക്ക് ഒന്ന് വരയ്ക്കാം അല്ലേ. ഒന്നും കൂടെ ഒന്ന് വരയ്ക്കാം. എങ്ങനെ ആയിരിക്കും? എന്നാണ്ട് ഇതായിരിക്കും നമ്മുടെ അല്ലേ കോൺവെക്സ് മിറർ. എങ്ങനെ ഇരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കോൺവെക്സ് മിറർ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ കേട്ടോ. ഇതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? കോൺവെക്സ് മിറർ. ഓക്കെ അല്ലേ. ഫോക്കസ് എവിടെ ആയിരിക്കും? റൈറ്റ് സൈഡിൽ. അതുപോലെ തന്നെ കോൺകേവ് മിറർ എങ്ങനെ ആയിരിക്കും? കോൺകേവ് മിറർ അല്ലേ. കോൺകേവ് മിറർ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ വരയ്ക്കും. റഫ്നെസ് ഔട്ടർ സർഫസിൽ. ഫോക്കസ് എങ്ങനെ ആയിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് കോൺവെക്സ്, ഇതെന്താ? കോൺകേവ്. ഇവിടെ ഫോക്കസ് പോസിറ്റീവ്, ഇവിടെ ഫോക്കസ് നെഗറ്റീവ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കറക്റ്റായിട്ട് കോൺവെക്സ് മിററും കോൺകേവ് മിററും പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾക്ക് ഇമേജസ് അല്ലേ, കോൺവെക്സ് മിററിൻ്റെ കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കാം. ഇമേജ് ഫോർമേഷൻ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡെപ്ത് പഠിക്കാനായിട്ട് നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാം. നമുക്കതിൻ്റെ ലോസ് പഠിക്കാം അല്ലേ. ലോസ് പഠിക്കാം. ഈ കോൺവെക്സ് മിററിനകത്ത് കോൺകേവ് മിററിനകത്ത് എങ്ങനായിരിക്കും എന്ത് ചെയ്യുന്നത്? റിഫ്ലക്ഷൻ നടക്കുന്നതിനുള്ള ലോ പഠിക്കാം. നമുക്ക് ആദ്യം നോക്കിക്കേ. നമുക്ക് നമ്മുടെ കോൺകേവ് മിറർ ഒന്ന് എടുക്കാം. എന്നിട്ട് കോൺകേവ് മിറർ എടുത്തിട്ട് ദിസ് ഇസ് എ കോൺകേവ് മിറർ അല്ലേ. കോൺകേവ് മിറർ നോക്കിക്കേ. പോൾ അല്ലേ, ഫോക്കസ്, ആൻഡ് ദിസ് ഇസ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി നമ്മുടെ ഒരു റേ പാരലായിട്ട് വരിക വിത്ത് ദ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ. ഇഫ് ദ റേ ഈസ് കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, ദെൻ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. കണ്ടോ, ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. ഓക്കെ, ഇഫ് എ റേ പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ അല്ലേ, നമ്മൾ പഠിച്ചു ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ദെൻ ദ റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. ഓക്കെ, ഇതിന് നമുക്ക് എവിടെയും വരയ്ക്കാം. നമ്മുടെ കോൺവെക്സ് മിററിനകത്തും വരയ്ക്കാം അല്ലേ. കോൺവെക്സ് മിററിനകത്ത് എങ്ങനെ വരയ്ക്കും നോക്കിക്ക്. ഇവിടാണ് റഫ്നെസ് അല്ലേ. ഇവിടാണ് എന്ത്? നമ്മുടെ റഫ്നെസ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ഫോക്കസ് ഉള്ളത് എവിടെ? ഇതാണ്ട് ഇവിടെ. കണ്ടോ, ഫോക്കസ് ഉള്ളത് ഇവിടെ. ഓക്കെ അല്ലേ. ഇനി നോക്കിക്കേ, നമുക്കറിയാം റിഫ്ലക്ഷൻ റഫ്നെസ്സിൽ നടക്കില്ല. വേണ്ട, സ്മൂത്ത് സർഫസിൽ നടക്കത്തുള്ളൂ. അപ്പോൾ പാരലായിട്ട് ഒരു റേ വരും അല്ലേ. പാരലായിട്ട് റേ വരും. But it will not go through the focus, but it will reflect through the angle of the focus. കണ്ടോ, ആ ഫോക്കസിൻ്റെ അതേ സെയിം സ്ട്രേറ്റ് ലൈനിൽ എന്ത് ചെയ്യും അല്ലേ? എന്ത് ചെയ്യും? അത് റിഫ്ലക്റ്റ് ചെയ്യും. കണ്ടോ, ഫോക്കസിലോട്ട് പോകത്തില്ല, ഫോക്കസിൽ കൂടെ കടന്നു പോകത്തില്ല. പകരം ഫോക്കസിൽ കടന്നു പോകാൻ പറ്റത്തില്ലല്ലോ, അവിടെ റഫ്നെസ് അല്ലേ. അപ്പോൾ ഫോക്കസിൻ്റെ അതേ ആംഗിളിൽ എന്ത് ചെയ്യും? അത് റിഫ്ലക്റ്റ് ചെയ്യും. ദാറ്റ് ഇറ്റ് വിൽ ഈക്വലൻ ടു എന്താ? ഫോക്കസിൽ കൂടെ കടന്നു. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എങ്ങനെ പറയാം? ഇഫ് എ റേ പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദ focus. Okay അല്ലേ. If a ray passes parallel to the principal axis, after reflection it will pass through the focus അല്ലേ. നമ്മൾ കോൺകേവ് മിററിലെയും വരച്ച് കോൺവെക്സ് മിററിലെയും വരച്ച്. ഓക്കെ, ഇനി രണ്ടാമത്തെ ലോ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ലോ നോക്കിക്കേ. സെക്കൻഡ്
ഇപ്പോൾ ഫസ്റ്റ് ലോ നമ്മൾ പഠിച്ചു. ഇനി സെക്കൻഡ് ലോ നമ്മൾ നോക്കാം. നോക്കിക്കേ, ഇതാണ് കോൺകേവ് മിറർ വരച്ചു നമ്മൾ അല്ലേ. ഇവിടെ പോൾ ഇപ്പം നമുക്ക് എന്ത് ചെയ്ത് കറക്റ്റായിട്ട് മനസ്സിലായല്ലേ. എപ്പോഴും ഇതാണ് എന്തെന്ന് പറയുന്നത് കോൺകേവ് മിറർ. ഇവിടെ ഫോക്കസ്, ഇതെന്താ നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി ഇഫ് എ റേ പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ, കണ്ടോ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പാസ് ചെയ്യുക. ദെൻ ആഫ്റ്റർ റിഫ്ലക്ഷൻ, കണ്ടോ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇറ്റ് സെൽഫ്. ഓക്കെ, കണ്ടോ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ ഒരു റേ വന്നിടിച്ചു കഴിഞ്ഞാൽ ആ റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇറ്റ് സെൽഫ്. ഓക്കെ ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അതിലൂടെ തന്നെ എന്ത് ചെയ്യും, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ. അപ്പം ഏത് പോയിന്റിൽ കൂടെ വന്നിടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഏത് പോയിന്റിൽ കൂടെ വന്നിടിച്ചു കഴിഞ്ഞാൽ അതേ പോയിന്റിൽ കൂടെ തന്നെ തിരിച്ചു പോകുന്ന ഇൻ സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പം ഇഫ് എ റേ passes through the center of curvature, then after reflection it will pass through the center of curvature itself. ഇനി നമുക്കിത് കോൺവെക്സ് മിററിനകത്ത് വരച്ചു നോക്കാം അല്ലേ. കോൺവെക്സ് മിററിനകത്ത് റഫ്നെസ് അല്ലേ ഇന്നർ സർഫസിലാണ്. ഇവിടെ പോൾ, ഇവിടെ ഫോക്കസ്, ഇവിടെ എന്താ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി നോക്കിക്കേ, താണ്ടെ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ആംഗിൾ വന്നു. കണ്ടോ നമുക്കറിയാം സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ എന്ത് ചെയ്യത്തില്ല, ഇത് പോകത്തില്ല, കാരണം റഫ്നെസ് അകത്താണ്. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ ലൈറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ അതേ ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ, സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ അതേ ആംഗിളിൽ തന്നെ നേരെ തിരിച്ചതേ സ്ട്രൈറ്റ് ലൈൻ എന്ത് ചെയ്യും, റിഫ്ലക്ട് ബാക്ക്. ഓക്കെ അല്ലേ. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ഇക്വലൻ്റ് എന്താ, ഇഫ് എ റേ പാസ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇറ്റ്സ് സെൽഫ്. ഓക്കെ അല്ലേ. അത് നമുക്ക് കോൺവെക്സ് മിററിനകത്ത് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരയ്ക്കാൻ പറ്റുള്ളൂ, കാരണം റഫ്നെസ് എന്താ അകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് രണ്ടാമത്തെ ലോയും പഠിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തെ ലോ കണ്ടോ, മൂന്നാമത്തെ ലോ നോക്കാം നമുക്ക്. മൂന്നാമത്തെ ലോ നമ്മുടെ കോൺകേവ് മിറർ എടുത്ത് അല്ലേ, റഫ്നെസ് ഔട്ടർ സർഫസിൽ, പോള്, ഫോക്കസ്, ഇവിടെ എന്താ സെൻറ്റർ ഓഫ് കർവേച്ചർ. കണ്ടോ നോക്കിക്കേ, ഒരു റേ വന്നിടിക്കുക. കണ്ടോ ഒരു റേ വന്നിടിക്കുന്നു, ഇങ്ങോട്ട് വന്നിരിക്കുന്നു, പോളിലോട്ട് വന്നിരിക്കുന്നു. കണ്ടോ എ റേ വിച്ച് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദ പോൾ. നോക്കിക്കേ, പോളിൽ വന്നിടിച്ച റേ ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ വന്നിടിച്ചത് അതേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെ എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. കണ്ടോ അതേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെ എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. I ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, R ആയിരിക്കും. കണ്ടോ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ വിച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ. പോളിൽ ഏതൊരു റേ വന്നിടിച്ചാലും അതേ ആംഗിളിൽ തന്നെ എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യും. ഓക്കെ അല്ലേ. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോൺവെക്സ് മിററിനകത്ത് എങ്ങനെ വരയ്ക്കാം, കോൺവെക്സ് മിററിനകത്ത് ഈ ലോ എങ്ങനെ വരയ്ക്കാമെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നതാണ്. ഇതാണ് പോള് അല്ലേ, റഫ്നെസ് അകത്താണ്, ഇത് ഫോക്കസ് ആണ്, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ് അല്ലേ. നോക്കിക്ക്, റിഫ്ലക്ഷൻ എവിടെ നടക്കത്തുള്ളൂ, പുറത്തേ നടക്കത്തുള്ളൂ കോൺവെക്സ് മിററിനകത്ത്, കാരണം അകത്തെന്താ റഫ്നെസ് ആണ് അല്ലേ. ഇനി നോക്കാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ദാണ്ടെ നമ്മുടെ റേ വന്നിടിച്ചു, ഔട്ടർ സർഫസിൽ പിടിച്ചു, എന്ത് ചെയ്യും, ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ വന്നിടിച്ച് അതേ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എന്ത് ചെയ്യും, അത് റിഫ്ലക്റ്റ് ചെയ്യും. I ഈസ് ഈക്വൽ ടു എന്ത് വരാം, R എഴുതാം അല്ലേ. അപ്പോൾ ഇതാണ് കോൺകേവ് മിററിൻ്റെ ലോ അല്ലേ. കോൺകേവ് മിററിനകത്ത് ഈ ലോ ഉപയോഗിക്കുമ്പോൾ ഈ ഫിഗർ കിട്ടും, കോൺവെക്സ് മിററിനകത്ത് ഈ ലോ ഉപയോഗിക്കുമ്പോൾ ഈ ഫിഗർ കിട്ടും. അപ്പം 3 ലോസേ ഉള്ളൂ. നമുക്ക് 3 ലോസ് എന്ത് ചെയ്യാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് ലോ എന്തായിരുന്നു, ഇഫ് എ റേ പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ് അല്ലേ. രണ്ടാമത്തെ ലോ, ഇഫ് എ റേ പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇറ്റ് സെൽഫ്. ദെൻ മൂന്നാമത്തെ ലോ, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ pole അല്ലേ, if the ray which is incident on the angle which is incident on the pole in that condition the angle of incidence will be equal to the angle of the reflection. അപ്പം ഈ 3 ലോസ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബേസിക് മിററിൻ്റെ റിഫ്ലക്ഷൻ ലോസ് എന്ന് പറയുന്നത്. ഈ ലോസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്ക് പഠിക്കുന്നത് അല്ല. ഇമേജ് ഫോർമേഷനും അതിൻ്റെ ഡയഗ്രാം എന്ത് ചെയ്യും, എല്ലാ ബോർഡ് എക്സാമിനും എന്താ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അതുപോലെ തന്നെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇമേജ് ഫോർമേഷൻ്റെ കോൺസെപ്റ്റും ഇമേജ് ഫോർമേഷൻ തിയറി എല്ലാം എന്തായിരിക്കണം, നമുക്ക് ക്ലിയർ ആയിരിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് പ്രോബ്ലമും ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇമേജ് ഫോർമേഷൻ പഠിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ ചെയ്യാം അല്ലേ. ഇമേജ് ഫോർമേഷൻ ബൈ concave mirror. Okay, image formation by ഏത് മിറർ, concave mirror. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് നമ്മൾ വെക്കും അല്ലേ. നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ഒരിടത്ത് ഒബ്ജക്റ്റ് വെക്കും, നമുക്ക് ഒരിടത്ത് ഇമേജ് കിട്ടും. അതുപോലെ തന്നെ ഇമേജിൻ്റെ
പ്രോപ്പർട്ടി എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം. വി ഹാവ് ടു സ്റ്റഡി ദ പ്രോപ്പർട്ടി ഓഫ് ദ ഇമേജസ്. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിക്കേ, നമ്മൾ ഫസ്റ്റ് പൊസിഷൻ വെക്കുന്നത് ഒബ്ജക്റ്റ് ആറ്റ് ഇൻഫിനിറ്റി. കണ്ടോ, വി വിൽ പ്ലേസ് ഒബ്ജക്റ്റ് ആറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഒബ്ജക്റ്റ് വെക്കും. കണ്ടോ, ഒബ്ജക്റ്റ് നമ്മൾ എവിടെ വെക്കും, ഇൻഫിനിറ്റി വെക്കും. നോക്കാം, നമുക്ക് ഇൻഫിനിറ്റി വെക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. കണ്ടോ, നമ്മുടെ കോൺകേവ് മിററാണ് അല്ലേ, ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ അല്ലേ. ഇനി പറയണ്ടല്ലോ, കോൺകേവ് മിററിനകത്ത് എന്തായിരിക്കും, റഫ്നെസ് പുറത്തായിരിക്കും അല്ലേ, ഔട്ടർ സർഫസിലായിരിക്കും, പോൾ ഇവിടെ ആണ് അല്ലേ, ഫോക്കസ് വിൽ ബി ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് ഇറ്റ് ഈസ് എ സെൻറ്റർ ഓഫ് കർവേച്ചർ. ദെൻ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ റേസ് എങ്ങനെ ആയിരിക്കും, ഇൻഫിനിറ്റിന്ന് പാരലായിട്ട് വരും കേട്ടോ. റേസ് ഇൻഫിനിറ്റിന്ന് ഇങ്ങനെ പാരലായിട്ട് വന്നു. നൗ വി നോ ദാറ്റ് അല്ലേ, ഫ്രം ദ ലോ വി നോ ദാറ്റ് if rays are coming parallel to the principal axis, then after reflection it will pass through the focus. കണ്ടോ, ആഫ്റ്റർ റിഫ്ലക്ഷൻ താണ്ട് ഇതിലേക്കൂടെ പാസ് ചെയ്യും, ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും. കണ്ടോ, അപ്പോൾ ഫോക്കസിൽ എന്ത് ചെയ്യും, ഫോക്കസിൽ റേസ് എല്ലാം കൂടെ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. ദെൻ വി വിൽ ഗെറ്റ് ദ ഇമേജ് അല്ലേ. വി വിൽ ഗെറ്റ് എവിടെ ഇമേജ് കിട്ടും, അറ്റ് ഫോക്കസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വി വിൽ ഗെറ്റ് ദ ഇമേജ്. ഇമേജ് എവിടെ കിട്ടും, ഇമേജ് അറ്റ് ഫോക്കസ്. കണ്ടോ, ഇമേജ് എവിടെ കിട്ടി, image is formed at focus. Then what is the property? Property പറയാം അല്ലേ. പ്രോപ്പർട്ടി എന്താ, ഇറ്റ് ഈസ് റിയൽ അല്ലേ. നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ വിർച്വലായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്തല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തൊന്നും ചെയ്തില്ല അല്ലേ. ഇറ്റ് ഈസ് എന്താ, ഇറ്റ് ഈസ് റിയൽ ഇമേജ്. ദ പ്രോപ്പർട്ടി പറയാം നമുക്ക് അല്ലേ. പ്രോപ്പർട്ടി എന്താ, പ്രോപ്പർട്ടി ഇറ്റ് ഈസ് എ റിയൽ, ഇറ്റ് ഈസ് എ റിയൽ ഇമേജ്. ഓക്കെ, ദിസ് എ റിയൽ ഇമേജ്. ദെൻ റിയൽ ഇമേജ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഇൻവേർട്ടഡ് ആയിരിക്കും. നമ്മൾ എന്തോ പറയാം, റിയൽ ഇമേജ് ആണെങ്കിൽ എപ്പോഴും റിയൽ ആണെങ്കിൽ എന്തായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. വെർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ട് നമുക്ക് പറയാം റിയൽ ആണ്, ദെയർഫോർ ഇറ്റ് വിൽ ബി ഇൻവേർട്ടഡ് അല്ലേ. റിയൽ ആണെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും. ദെൻ ദ സൈസ് ഇസ് ഡിമിനിഷ്. സൈസ് എന്താ, വളരെ ചെറുതാണ്. ഡിമിനിഷ്ഡ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വി കാൺ കോൾ ഇറ്റ് ആസ് പോയിന്റ് സൈസ്ഡ് അല്ലേ. പോയിന്റ് സൈസ്ഡ് ആയിരിക്കും. കണ്ടോ, ഡിമിനിഷ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ എന്താണ്, പോയിന്റ് സൈസ്ഡ് ആണ്. റിയൽ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ചെറിയ രീതിയിൽ എന്താ പോയിന്റ് സൈസ് ആണ്. അതുകൊണ്ട് ഇൻവേർട്ടർ എന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല, ബട്ട് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇൻവേർട്ടഡ് ബിക്കോസ് ഓൾ ഇമേജസ് വെൻ ഇറ്റ് ബിക്കം റിയൽ ഇറ്റ് ആൾസോ ബിക്കം ഇൻവേർട്ടഡ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, പ്രോപ്പർട്ടീസ് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് പോയിന്റ് സൈസ്. ഓക്കെ, നമുക്ക് എന്താ പറയാം, ഇഫ് an object is placed at infinity then we will get the image at focus and the properties are the image is real, inverted and point size. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒബ്ജക്റ്റ് വെക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് എവിടെ വെച്ച, ഇൻഫിനിറ്റിയിൽ വെച്ച. ഇനി നമ്മൾ നോക്കിക്കേ, ഒബ്ജക്റ്റ് വെക്കുന്ന എവിടെ, താണ്ട ഇവിടെ കൊണ്ടുവരിക, ബിയോണ്ട് സി അല്ലേ. വി വിൽ പ്ലേസ് ദ ഒബ്ജക്റ്റ് ബിയോണ്ട് സി. നമുക്ക് നോക്കാം അപ്പം ആ സമയത്ത് എന്ത് സംഭവിക്കാം നോക്കാം, ഇമേജ് എവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ നൗ വി ആർ ഗോയിങ് ടു പ്ലേസ് ദ ഒബ്ജക്റ്റ് ബിയോണ്ട് സി അല്ലേ. ഒബ്ജക്റ്റ് എവിടെ വെക്കും നമ്മൾ, ഒബ്ജക്റ്റ് ബിയോണ്ട്. സോ ഒബ്ജക്റ്റ് അറ്റ് ബിയോണ്ട് സി. നോക്കാം, നമുക്ക് വരയ്ക്കാം അല്ലേ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, കോൺകേവ് മിറർ ആൻഡ് ഇറ്റ് ഈസ് എ പോൾ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഫോക്കസ് ആൻഡ് ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. യു നോ, നൗ വി ആർ പ്ലേസിങ് ദ ഒബ്ജക്റ്റ് അറ്റ് ബിയോണ്ട് സി. കണ്ടോ, ബിയോണ്ട് സിയിൽ നമ്മൾ എന്ത് വെച്ചു, വി ആർ പ്ലേസിങ് ദ ഒബ്ജക്റ്റ്. ഇനി ഒബ്ജക്റ്റ് എപ്പോഴും എന്ത് ചെയ്യും, രണ്ട് റേസ് പാസ് ചെയ്യും അല്ലേ. എപ്പോഴും രണ്ട് റേസ് പാസ് ചെയ്യും. നോക്കാം, നമുക്ക് ഫസ്റ്റ് റേ ഈസ് പാസിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ അല്ലേ, പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. നൗ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് പോകുമ്പോൾ we know that if a ray passes through the parallel to the principal axis then after reflection it will pass to the focus. Then it will pass through the focus. ഇനി ഒരു റേ കൂടെ പാസ് ചെയ്യണം. ആ ഒരു റേ എങ്ങനെ ആയിരിക്കും പാസ് ചെയ്യുന്നത്, ഒരു റേ നമുക്കറിയാം ഏറ്റവും അടുത്ത പോയിന്റിൽ കൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്യാൻ നോക്കി. ഇനി അടുത്ത പോയിന്റ് എവിടെ ഉള്ളത്, സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലേ. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ഇനി സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞ പോയിന്റ് മാത്രമേ ഉള്ളൂ, അവിടെ കൂടെ പാസ് ചെയ്യും. നൗ another light will pass through the center of curvature. Then we know that after reflection it will pass through the center of curvature itself അല്ലേ. സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ തന്നെ എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഇനി നോക്കിക്കേ, രണ്ട് റിഫ്ലക്റ്റഡ് റേ കണ്ടോ, ഇവിടെ ഒരു റിഫ്ലക്റ്റഡ് റേ, അതുപോലെ തന്നെ ഈ റിഫ്ലക്റ്റഡ് റേ അല്ലേ. ടു റിഫ്ലക്റ്റഡ് റേസ് ആർ കമ്പൈനിങ് ഈച്ച് അതർ അല്ലേ. രണ്ട് റിഫ്ലക്റ്റഡ് റേ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൻ ചെയ്യുന്നു അല്ലേ. രണ്ട് റിഫ്ലക്റ്റഡ് റേയും ഒരുമിച്ചാവുന്നു അല്ലേ, രണ്ട് റിഫ്ലക്റ്റഡ് റേയും കൂട്ടിമുട്ടുന്നു. അപ്പോൾ റിഫ്ലക്റ്റഡ് റേ കൂട്ടിമുട്ടുന്ന എടുത്ത് ആ പ്ലേസിൽ എന്തുണ്ടാവും, ഇമേജ് വിൽ ഫോം. കണ്ടോ, the image will form. If two reflected rays are compared to each other then at that point the image will form. Okay, image നോക്കിക്കേ, ഇമേജിൻ്റെ ഹെഡ് താണ്ട
ഇവിടെ ആയിരിക്കും കണ്ടോ, കമ്പൈൻ ചെയ്യുന്ന ആ പൊസിഷനിലായിരിക്കും പാരലൽ ചെയ്യുന്നത് കണ്ടോ. നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്തായിരിക്കും, നമ്മുടെ ലെഗ് കണ്ടോ. ഇതിൻ്റെ ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് വിളിക്കാം, എന്താണ്ട് ഇത് ഇതിൻ്റെ ഹെഡ്, ഇതിൻ്റെ ലെഗ് അല്ലേ. പ്രിൻസിപ്പൽ ആക്സിലായിരിക്കും എപ്പോഴും എന്ത് വരുന്നത്, ലെഗ് വരുന്നത് കണ്ടോ. ഇതിൻ്റെ ലെഗും ഇതിൻ്റെ ലെഗും കണ്ടോ. ഹെഡ് എങ്ങനെ വന്ന് എവിടെയാണോ കൂട്ടിമുട്ടുന്നത് ആ പോയിന്റിൽ എന്ത് വന്ന്, ഹെഡ് വന്നു. ഓക്കെ ഓക്കെ അല്ലേ. ഇനി നമുക്ക് പറയാം, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ബിയോണ്ട് സി, then the image will form. ഇമേജ് എവിടെ ഫോം ചെയ്യും, ഇമേജ് അറ്റ് ബിറ്റ്വീൻ എവിടൊക്കെ, ആരൊക്കെ തമ്മിൽ, ബിറ്റ്വീൻ പൊസിഷൻ എവിടെ, ബിറ്റ്വീൻ സി ആൻഡ് എഫ് അല്ലേ. ദ ഇമേജ് വിൽ ഫോംഡ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് കണ്ടോ. ദ ഇമേജ് വിൽ ഫോംഡ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഓക്കെ, if the object is placed beyond C, then the image at between C and F. Okay, ഇനി what is the property of the image അല്ലേ. നമ്മൾ എന്ത് ഇമേജ് ഫോർമേഷൻ പറഞ്ഞാലും after all നമ്മൾ എന്ത് ചെയ്യണം, we have to conclude the property of the image form. What is the property? We know that by the figure അല്ലേ. By the figure we can understand that, we can conclude that the image is which is diminished അല്ലേ, which is in the diminished ആണ്, ചെറിയ ഇമേജ് ആണ്. Then it is real and inverted അല്ലേ. This is real and inverted അല്ലേ, റിയൽ ആണ്. And also we know that from the figure we can conclude that the image form here it is inverted. So this is the property of the image. Okay, ഇനി നമ്മൾ എവിടെ വെച്ചു, ദാണ്ട സിയിൽ കൊണ്ടുവച്ചു. നമ്മൾ ഇൻഫിനിറ്റി വെച്ചു അല്ലേ, ഇൻഫിനിറ്റി വെച്ചു, പിന്നെ സി വെച്ചു. ഇൻഫിനിറ്റി വെച്ചപ്പോൾ എന്തായിരുന്നു, വളരെ ചെറുതായിരുന്നു. സി വെച്ചപ്പം അതിൻ്റെ ഇമേജ് എന്ത് ചെയ്ത്, സൈസ് എന്ത് ചെയ്ത്, കുറച്ച് കൂടി. ഇനി നമ്മൾ എവിടെ വെക്കാൻ പോവാ അല്ലേ, ബിയോണ്ട് സി വെച്ച് ഇനി എവിടെ വെക്കാൻ പോവാ, സിയിലോട്ട് വെക്കാം. ഓക്കെ, ഇനി സി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം.